കനൽ വഴികളിലൂടെ അയോധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. പോരാട്ടത്തിൻ്റെയും സഹനത്തിൻ്റെയും കനലൊഴിയാത്ത നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഭവ്യഭാരതം വിജയമുഹൂർത്തത്തിലേക്ക് പദമൂന്നുകയാണ്. രാവണ വിജയം കഴിഞ്ഞ് സീതാലക്ഷ്മണ സമേതനായി ഭഗവാൻ എത്തുന്നത് സങ്കല്പിച്ച് എത്രയോ ദീപാവലികളിൽ നാം മനസ്സിലും മണ്ണിലും ദീപം തെളിയിച്ചു. രാമവിജയ മന്ത്രങ്ങൾ ഉരുക്കഴിച്ച് എത്രയോ ദിനരാത്രങ്ങളിൽ കാലമാകെ തപമിരുന്നു. അധിനിവേശ ശക്തികൾ പലതവണ തച്ചുടച്ചിട്ടും നശിക്കാതെ രാമമന്ത്രവും രാമമന്ദിരവും നമ്മൾ തലമുറകളായി ഉള്ളിൽ പോറ്റി. പ്രക്ഷോഭകാല അനുഭവങ്ങളും ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെ അന്തരീക്ഷവും ഇത് രണ്ടും കൂടി വിലയിരുത്തുമ്പോൾ ഗോവർഷണേട്ടൻ എന്താണ് തോന്നുന്നത്? കാരണം ആ കാലഘട്ടത്തിൽ എല്ലാവരും ഏറ്റുപാടിയിരുന്നൊരു ഗീതമുണ്ട്. രഘുവരനാണേ സത്യം, രാമക്ഷേത്രം നിർമ്മിക്കും, ഭവ്യക്ഷേത്രം നിർമ്മിക്കും എന്നൊരു ഗീതം എല്ലാവരും ഏറ്റുവാങ്ങിയിരുന്നു, പാടിയിരുന്നു. ഇതൊരു സംഭവിക്കുമോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ടായിരുന്നെങ്കിലും അത് സംഭവിക്കും എന്ന ഉറച്ച ദൃഢവിശ്വാസത്തോടു കൂടിയായിരുന്നു അന്ന് ആ സമൂഹം ഏറ്റുപാടിയിരുന്നത്. ഇന്നത് തമ്മിൽ ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? നിയതിയുടെ അത്ഭുതകരമായൊരു വിളയാട്ടം എന്നാണ് നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കുന്നത്. ഈ പറയുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും കർസേവയിൽ രക്തപങ്കിലമായ കർസേവ നടക്കുമ്പോഴും നമ്മുടെ ഭാരതത്തിൻ്റെ സ്ഥിരാകേന്ദ്രത്ത് ഭാരതത്തെ ഭരിച്ചിരുന്നത് ഈ ആശയത്തെ വിമർശിക്കുകയും വിരോധിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയായിരുന്നു. ഉത്തർപ്രദേശിൻ്റെ ഭരണവും പരിപൂർണമായി ഹിന്ദുത്വത്തെ അപഹസിക്കുന്ന മുലായം സിംഗ് യാദവിൻ്റെ കയ്യിലായിരുന്നു. കർസേവകർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിൽ എല്ലാ തടസ്സങ്ങളും സൃഷ്ടിക്കുന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയായിരുന്നു അവരുടെ നിലപാട്. അതിന് തൊട്ട് കിടക്കുന്ന ബീഹാറും ഒക്കെ തന്നെ നമുക്ക് ഓർമ്മയുണ്ട്. അദ്വാനിജിയുടെ രഥയാത്ര സമസ്തിപൂരിൽ വെച്ച് അതിനെ തടയാനും അദ്വാനിയെ അറസ്റ്റ് ചെയ്യാനും പോലും അഹങ്കാരം കാണിച്ച രാഷ്ട്രീയ പിന്തുണ അന്നുണ്ടായിരുന്ന അവിടുത്തെ മുഖ്യമന്ത്രി. അപ്പോൾ ഇന്ന് അവരുടെ ഒന്നും പൊടി രാഷ്ട്രീയ രംഗത്ത് കാണാനില്ല. ജയിലിലായിരുന്നു കുറേ കാലം കാലിത്തീറ്റ കുംഭകോണത്തിൻ്റെ പേരിൽ അന്നത്തെ ബീഹാർ മുഖ്യമന്ത്രി. മുലായം സിംഗ് യാദവിനെ ജനങ്ങൾ മുഴുവൻ വെറുത്തു. ഞാൻ ഓർക്കുകയാണ്, യാദവ സമുദായത്തെ തന്നെ ഉത്തർപ്രദേശിലെ ബാക്കി ഹിന്ദു സമൂഹം മുഴുവൻ വെറുത്തു. കാരണം ഇവർ ഈ വിധർമ്മികളുടെ കൂടെയാണ്, കാരണം മുലായം സിംഗ് യാദവിൻ്റെ പിന്തുണക്കാരാണ് എന്നുള്ളതും. അപ്പോൾ ഉത്തർപ്രദേശിൽ ഹിന്ദുത്വ അഭിമാനത്തിനും ഹിന്ദുത്വ ബോധത്തിനും ഒരു സ്ഥാനവുമില്ല എന്ന ഭാവത്തിൽ ഭരണം നടത്തിയിരുന്നവർ അന്ന് ഈ പറയുന്ന 89-ലും 90-ലും ഒക്കെ ഉള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ സമ്പൂർണ്ണമായി ഉത്തർപ്രദേശിൻ്റെ മുഖം ഈ ഭാരതീയത കൊണ്ട് വെട്ടിത്തിളങ്ങുന്നൊരു മുഖമാണ്. ഹിന്ദുത്വാഭിമാനത്തിൻ്റെ വളരെ പ്രജ്വലിതമായ ഒരു മുഖമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നതോ ഒരു സന്യാസി പരമ്പരയുടെ ഏറ്റവും സ്വീകാര്യനായ ഒരു ആരാധ്യനായ ആ സന്യാസിയാണ് യോഗി ആദിത്യനാഥ്. അതും നമുക്ക് അത്ഭുതം തോന്നും. അദ്ദേഹത്തിൻ്റെ പൂർവ്വ പരമ്പരയിൽപ്പെട്ട ഗോരഖ്പൂരിലെ മഹന്ത് അവൈദ്യനാഥ്, അദ്ദേഹം രാമക്ഷേത്ര പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിൽ പോരാളിയായിരുന്നു. അദ്ദേഹം പാർലമെൻ്റ് അംഗമായിരുന്നു. അപ്പോൾ ഭാരതത്തിൻ്റെ ഗതി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് വ്യക്തമായി നമുക്ക് വഴികാട്ടിത്തരുന്ന പല ദൃശ്യങ്ങളും നമുക്ക് ഈ 47 സ്വാതന്ത്ര്യം കിട്ടിയ മുതൽ ഇന്ന് വരെ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പരാമർശിച്ച ജവഹർലാൽ നെഹ്റു നിഷ്കർഷിച്ചെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് അന്ന് കെ നായർ, മലയാളിയായ കെ നായർ അവിടെ വാതിൽ തുറന്നു കൊടുത്തു. അദ്ദേഹത്തിന് കലക്ടർ പദവി ഒഴിവേണ്ടി വന്നു. പക്ഷേ വീണ്ടും നമുക്ക് ചരിത്രത്തിൻ്റെ ദിശ കാണുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്നിയും ജനസംഘത്തിൻ്റെ പേരിൽ സമ്പൂർണ്ണമായി ജനങ്ങൾ സ്വീകരിക്കുന്ന MP-മാരായി എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ ആശയത്തോടുള്ള മറയില്ലാത്ത ഒരു ബന്ധം, മറയില്ലാത്ത ഒരു അംഗീകാരം, അത് പരിപൂർണമായി മറനീക്കി പുറത്തു വന്നത് ഈ 30 കൊല്ലത്തിനിടയിൽ നമുക്ക് ഭാരത ചരിത്രത്തെ വിശകലനം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അന്ന് അയോധ്യയിൽ ഞങ്ങൾ അല്ലെങ്കിൽ ലഖനൗവിൽ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ഗന്തവ്യസ്ഥാനത്തേക്ക് പോകുമ്പോൾ പാത്തും പതുങ്ങിയും പോയവരാണ്. പക്ഷേ ഇന്ന് കർസേവകരോ രാമഭക്തരോ അയോധ്യയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തർപ്രദേശിലോ പോകുമ്പോൾ സ്വാഭിമാനം തലയുയർത്തി എല്ലാവിധ രാഷ്ട്രദ്രോഹ പ്രവർത്തനങ്ങൾക്കും തടയിട്ട ഒരു പവിത്ര ഭൂമിയായി അതിനെ പ്രഖ്യാപിച്ചുകൊണ്ട്, അപ്പോൾ സമ്പൂർണ്ണമായി ജനജീവിതത്തിലും രാഷ്ട്രത്തിൻ്റെ ഭരണസിരാകേന്ദ്രത്തിലും ജനങ്ങളുടെ സമീപനത്തിലും
അവിടെ ഭരണാധികാരിയായി എത്തുന്നവരുടെ ജീവിത ദർശനത്തിലും അവരുടെ പരിശ്രമത്തിലും എല്ലാം ഇന്ന് അടിമുടി വ്യത്യാസം. അതുകൊണ്ട് അന്നത്തെ അപമാനകരമായ ശബ്ദമല്ല ഇന്ന് ഹിന്ദു എന്നുള്ളത്. അന്ന് കൈവിലങ്ങിടാൻ മാത്രം ഈ വിധർമ്മികൾക്ക് ധൈര്യം വരുന്ന ഒരവസ്ഥയല്ല ഇന്ന് ഹിന്ദുവിനുള്ളത്. അന്ന് പോലീസിന് യാതൊരു നിയമത്തിൻ്റെ പരിധികളുമില്ലാതെ വെടിവെച്ച് കൊല്ലാൻ കൊന്ന് തള്ളാനുള്ള വെറും എന്താ പറയുക അർത്ഥരഹിതങ്ങളായ ജീവനാണ് എന്നതല്ല ഇന്നുള്ളത്. ഇന്ന് ഈ ഹിന്ദുത്വത്തിൻ്റെ പ്രതിനിധികൾ അത് രാമഭക്തന്മാർ വളരെ വലിയൊരു സ്വാഭിമാനം നേടിയിട്ടുണ്ട്. അതാണ് അന്നത്തെയും ഇന്നത്തെയും തമ്മിലുള്ള കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസം. അത് ഏറ്റവും അത്ഭുതകരമായ നീതിയുടെ വിളയാട്ടമെന്ന് ഞാൻ പറഞ്ഞത് ഈ അവേദ്യനാഥൻ്റെ ശിഷ്യനായിട്ടുള്ള യോഗി ആദിത്യനാഥ്, ഒരു സന്യാസി തന്നെ, കാവ്യവസ്ത്രം ധരിച്ച വ്യക്തി തന്നെ, രാമൻ്റെ കാര്യം നിർഭയമായി പറയാൻ ധൈര്യമുള്ള ഒരു വ്യക്തി തന്നെ അവിടുത്തെ ഭരണത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. ഈ രാമഭക്തന്മാരെ മുഴുവൻ അലോസരപ്പെടുത്തിയിരുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം, അത് മുലായം സിംഗ് യാദവലായാലും അതിനുശേഷം വന്ന മായാവതി ആയാലും ഒക്കെ ഇന്ന് വെറും പൊടി പോലെയായി തീർന്നിരിക്കുക. അവർക്കൊന്നും ഒരു പ്രസക്തിയും സാമൂഹ്യ ജീവിതത്തിൽ. ഈ ഒരു അത്ഭുതകരമായ മാറ്റം അത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതെ, നമുക്കെല്ലാം സത്യത്തിൽ ഭാരതത്തിൻ്റെ ഒരു മുഖച്ഛായയുടെ പരിവർത്തനം തന്നെയാണ്. അതിൻ്റെ ഒരു യഥാർത്ഥമായ നേർക്കാഴ്ചയാണ് ഈ അയോധ്യയുടെയും ഈ രാമജന്മഭൂമിയുടെയും ഉയർച്ച. അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ അജഗജാന്തരം എന്ന് മലയാളം നമ്മൾ പറയുന്ന ഭാഷയിൽ പറയുന്നത് പോലെ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും. 5 നൂറ്റാണ്ടുകളോളം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ നൂറ്റാണ്ട് ഇതേ മെയ്യും കണ്ണും കൊണ്ടേ കാര്യപൂർത്തി നേടും എന്ന് നമ്മൾ ഗീതത്തിൽ പാടാറുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും ഗോപാലകൃഷ്ണനായിട്ട് അങ്ങനെ തോന്നിയിരുന്നോ? കാരണം 5 നൂറ്റാണ്ടായിട്ട് ഈ ഒരു പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തകർക്കപ്പെടുന്ന സാഹചര്യത്തിൽ, അതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ഗോപാലകൃഷ്ണനുണ്ട്. അതിൻ്റെ പുനർനിർമ്മിതി അല്ലെങ്കിൽ അതിൻ്റെ ഭവ്യമായ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ച് പൂർത്തിയാവാൻ പോവുക. ഈ സമയത്തും ആ സാന്നിധ്യമുണ്ട്. എന്താണ് ഈ ഒരു സമയത്ത് തോന്നുന്നത്? അതിൽ സംഘത്തിലൂടെ നമുക്ക് കിട്ടിയ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു ബലമുണ്ട്. ആരും പിന്തുണക്കാനില്ലാത്തപ്പോഴും ഒറ്റയ്ക്ക് ഇറങ്ങിയ ഡോക്ടർ എഡ്ഗവാറിൻ്റെ ഒരു മനസ്സിലുള്ള സ്പന്ദനങ്ങളാണ് ഇപ്പോൾ ഒരു കവിതയായിട്ട് രവി പറഞ്ഞത്. ഇതേ മെയ്യും കണ്ണും കൊണ്ട് കാര്യപൂർത്തി നേടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തുടിച്ചിരുന്ന ഈ ആത്മവിശ്വാസം, ഘോരാന്ധകാരത്തിനിടയിലും തനിക്ക് നാളെ ഒരു പ്രകാശം ജ്വലിപ്പിക്കാൻ കഴിയും, ആ പ്രകാശത്തിൻ്റെ പാതയിൽ ആയിരങ്ങളെ കൊണ്ടുവരാൻ കഴിയും. നമ്മളൊക്കെ പാടിയിരുന്ന പാട്ട് ഇന്ന് ഏകനാണെങ്കിലും ആയിരങ്ങൾ ഈ വഴിയിൽ നാളെ വരും. ഈ ഒരു ആത്മവിശ്വാസം ഏത് സാധാരണക്കാരനായ സ്വയം സേവകനും ഉണ്ട് എന്നുള്ളത് അത്ഭുതകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഈ വിപരീത പരിസ്ഥിതികളൊക്കെ വന്നപ്പോഴും നമുക്കുറപ്പുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നടക്കും. നോക്കൂ, അടിയന്തരാവസ്ഥയുടെ കരാള രാത്രികളിൽ സമരം ചെയ്യാൻ പോകുന്ന പ്രവർത്തകരോട് അവരുടെ ബന്ധുക്കളൊക്കെ ഉപദേശിച്ചിരുന്നത്, നിങ്ങൾ പോയി ജയിലിൽ കിടന്ന് മരിക്കുമല്ലാതെ ഇന്ദിരാഗാന്ധിയുടെ ഭരണമൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇത്രയും നിരാശാപൂർണമായ കാലഘട്ടത്തിലും അന്ന് സമരത്തിന് പോകുന്ന പ്രവർത്തകർക്കും പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇത് മാറും എന്ന ബോധമുണ്ട്. ആ ബോധം വർദ്ധിപ്പിക്കത്തക്കവണ്ണം അന്ന് കുരുക്ഷേത്രയും സുദർശനവും ഒക്കെ തന്നെ രഹസ്യ വർത്തമാനങ്ങൾ ഭാരതം മുഴുവൻ പ്രചരിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ എല്ലാം പിറകിൽ ഈ ആത്മവിശ്വാസം. അതുകൊണ്ട് വർഷങ്ങൾ കുറേ എടുത്തിരിക്കാം, ഇനിയും വർഷങ്ങൾ ഒരുപക്ഷെ വേണ്ടി വന്നിരിക്കാം, പക്ഷേ അത് നേടാൻ പറ്റുമെന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്നെ വല്ലാതെ ഹൃദയത്തിൽ ബാധിച്ച ഒരു സന്ദർഭം, ഈ ആദ്യത്തെ കർഷകർക്ക് കഴിഞ്ഞ് കേരളത്തിൽ വന്നതിന് ശേഷം പലയിടത്തും കുടുംബയോഗങ്ങൾ ഇതിൻ്റെ അനുഭവങ്ങളൊക്കെ വിവരിക്കുമ്പോൾ, ഇവിടെ ഈ പുതുക്കലവട്ടം ശാഖയുടെ പരിധിയിൽ വടക്കേ ഇന്ത്യയിൽ ജോലി ചെയ്ത് റെയിൽവേയിൽ നിന്ന് റിട്ടയർ വന്നിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു, പ്രായമുള്ളവർ. കുറേ കുടുംബാംഗങ്ങൾ വന്നിട്ടുള്ള സദസ്സിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ അമ്മ എഴുന്നേറ്റിട്ട് കേരളത്തിലെ പല സ്ത്രീകൾക്കും ഇല്ലാത്ത ഒരു വടക്കേ ഇന്ത്യൻ സ്പർശത്തോടു കൂടി ആവേശത്തിൽ ജയ് ശ്രീറാം എന്ന് പറഞ്ഞ അമ്മ ഒച്ചത്തിൽ വിളിച്ചു. എന്നിട്ട് കണ്ണീരോടുകൂടി അമ്മ ചോദിച്ചു, മോനെ, ഞങ്ങൾക്കൊക്കെ രാമക്ഷേത്രം നമ്മുടെയൊക്കെ കാലത്ത് കാണാൻ പറ്റുമോ? അപ്പോൾ അന്ന് എനിക്ക് ധൈര്യത്തോടുകൂടി കാണാൻ പറ്റും അമ്മേ എന്ന് പറഞ്ഞപ്പോൾ, നമുക്ക് കാണാൻ പറ്റും അമ്മേ എന്ന് പറഞ്ഞപ്പോൾ, നമുക്ക് എന്നുള്ളതിൽ ഒരു പക്ഷം ആ അമ്മ ഇന്ന് ജീവിച്ചിരിക്കില്ല, പക്ഷേ നമുക്കിന്ന് കാണാൻ പറ്റുന്നു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് പോയിട്ടുള്ള ഓരോ കർസേവകനും ഈ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് അതിനെ സ്പെൽ ഔട്ട് ചെയ്യുക, അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക നമുക്ക് പറയാൻ സാധ്യമല്ല. പക്ഷേ സംഘം നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു ഭാവാത്മകമായ ദിശാബോധം, നമ്മളെല്ലാം ചേർന്ന് നടത്തുന്ന ഈ പ്രവർത്തനത്തിന് ഒരു സത്പരിണാമം ഉണ്ടാവും. കാരണം ഈ ഭൂമിയുടെ ജന്മോദ്ദേശം അതാണ്, ഈ ധർമ്മത്തിൻ്റെ ജന്മോദ്ദേശം അതാണ്, അത് വിജയിക്കുക തന്നെ ചെയ്യും.
എത്ര അക്ഷൗണികൾ അധർമ്മത്തിൻ്റെ ശക്തികൾ അപ്പുറത്തുണ്ടായാലും നമ്മളുടെ 5 അക്ഷൗണികൾ കൊണ്ട് ഈ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്ന് കൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ പഞ്ചപാണ്ഡവർക്കുണ്ടായിരുന്ന ആ ധൈര്യം. അപ്പോൾ ഈ ഒരു ഭാരതത്തിൻ്റെ ആത്മശക്തിയോടൊപ്പം നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. എത്ര യോഗേശ്വര കൃഷ്ണോ, എത്ര പാർത്ഥോ ധനുർധര. അപ്പോൾ ധനുർധരരായി നമ്മൾ കർമ്മരംഗത്ത് നിൽക്കുമ്പോൾ പാർത്ഥൻ നമ്മളെ കൂടെ ഉണ്ട്, ഈ നാടിൻ്റെ ആത്മാവ് എന്ന ഒരു ധൈര്യം, അത് ആത്മവിശ്വാസം നൽകിയിരുന്നു. അതുകൊണ്ട് നിരാശ ഒരു കാലത്തുണ്ടായിട്ടില്ല. സാധാരണ ജനങ്ങൾക്ക് നിരാശ ഉണ്ടായിരുന്നു, സാധാരണ അത് നാച്ചുറലാണ്. അവരെല്ലാം അത്തരം ആശങ്കകൾ ചോദിച്ചിരുന്നു. പക്ഷേ അവരെയെല്ലാം സമാധാനപ്പെടുത്താനും നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ വിജയിക്കുമെന്ന് ആശ്വസിപ്പിക്കാനുള്ള ആത്മവിശ്വാസത്തിൻ്റെ ഒരു വലിയ ധാര നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്നത്.